മഹിയുടെ കൂട്ടരും നന്ദന്റെ കൂട്ടരും തമ്മിൽ വഴക്കാണ്. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം ഇവിടെ നടക്കേണ്ട. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കഴുത്തിൽ തന്നെ ഉണ്ടാകും. അതാരും പറിച്ചു മാറ്റാൻ നോക്കേണ്ട. വാശിയോടെ മഹി എല്ലാവരെയും നോക്കി പറയുകയാണ്. ഒപ്പം പകയോടെ നന്ദനെ നോക്കുന്നുമുണ്ട്. അതിന് നിന്റെ അനുവാദം ആർക്ക് വേണം? താലി കെട്ടാൻ പോകുന്നവനെ തള്ളി മാറ്റി അവിടെ കയറി നീ താലി കെട്ടിയാൽ ആ താലിക്ക് എന്ത് വിലയാണുള്ളത്? ഗിരി മഹിയോടുള്ള നിറഞ്ഞ അമർഷത്തോടെ ചോദിച്ചു. കുറച്ചു മുൻപേ നടന്ന സംഭവങ്ങൾ ഗിരിയെ അത്രയും ദേഷ്യത്തിലാഴ്ത്തിയിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തിയല്ലേടാ ആ പെണ്ണിനെ ഇവിടം വരെ എത്തിച്ചത്? കല്യാണത്തിന് സമ്മതിച്ചില്ല, വീട് വിട്ട് എല്ലാവരും ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടല്ലേടാ ആ പെണ്ണിന്റെ സാഹചര്യത്തെ നിങ്ങൾ മുതലെടുത്തത്? ആരും ചോദിക്കാനോ പറയാനോ ഇല്ലാത്തവരെ വിലക്കെടുക്കാമല്ലോ ആർക്കും. നിങ്ങൾ എന്ത് കരുതി ആരും അറിയില്ലെന്നോ? രാജീവൻ മുന്നോട്ട് വന്ന് നന്ദനോട് അലറി. ഒപ്പം പുച്ഛത്തോടെ നന്ദനെയും അവന്റെ വീട്ടുകാരെയും നോക്കാനും രാജീവൻ മറന്നില്ല. എന്നാൽ ഈ സംഭവം ഗിരിക്ക് അറിയില്ലായിരുന്നു. രാജീവൻ പറഞ്ഞ വാക്കുകൾ ഒരു നിമിഷം ഗിരിയുടെ മനസ്സിലേക്ക് കടന്നുപോയി. ചീറ്റലോട് നിന്നവൻ പെട്ടെന്ന് ശാന്തനായതുപോലെ ഗിരി നന്ദന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് രാജീവൻ അങ്ങനെ പറഞ്ഞതും നന്ദൻ ഒന്ന് ചൂളിപ്പോയി. അമ്മ പറഞ്ഞ മാർഗത്തിലൂടെയാണ് താൻ സഞ്ചരിച്ചത്. ശ്രീ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആധാരത്തിന്റെ കാര്യം മുൻകൂട്ടി പറഞ്ഞത്, അവളെ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. പെട്ടെന്ന് നന്ദനിലുള്ള ഭാവമാറ്റം ഗിരിയെ സംശയത്തിലാഴ്ത്തി. നിറഞ്ഞ സംതൃപ്തിയോടെയും ആഗ്രഹത്തോടെയും ദേവിയുടെ മുന്നിലേക്ക് താലി കെട്ടാനായി കൊണ്ടു നിർത്തിയ അനിയത്തിയെ വിലക്കു വാങ്ങുകയായിരുന്നോ ഇവർ? ആരുമെന്തേ തന്നോടിത് പറഞ്ഞില്ല? ഇനി ഇവർ കള്ളം പറയുകയാണോ? പക്ഷേ നന്ദനിലുള്ള മാറ്റം ഗിരിയുടെ ഉള്ളിൽ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പല ചോദ്യങ്ങളും കടന്നുകൂടി. ഗിരിയുടെ നോട്ടം വേണിയിലേക്ക് ചെന്നെത്തി. തല കുമ്പിട്ട് നിൽപ്പാണ് അവൾ. അവൾ അറിയുന്നുണ്ട് ഗിരിയേട്ടന്റെ തീക്ഷ്ണമായ നോട്ടം തന്നിലേക്ക് വരുന്നത്. തെറ്റായിരുന്നു ഗിരിയേട്ടനോട് പറയാതിരുന്നത്. ഇങ്ങനെയൊരു സംഭവം പറഞ്ഞാൽ ചേച്ചിയെ ഒരിക്കലും ഗിരിയേട്ടൻ ഇവിടം വരെ എത്തിക്കില്ല. ചേച്ചിക്കും നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാണ് ഒന്നും ഗിരിയേട്ടനോട് പറയാതിരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഒരിക്കലും കരുതിയതുമല്ല. ഗിരിയെ നോക്കാതെയുള്ള അവളുടെ നിൽപ്പ് ഗിരിയുടെ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായിരുന്നു. വേണിയിൽ നിന്നും ഗിരിയുടെ നോട്ടം ചെന്നെത്തിയത് നന്ദനിലേക്കും. രൂക്ഷമായുള്ള ഗിരിയുടെ നോട്ടം നന്ദനിൽ ഭയം ഉളവാക്കി. ഗിരി എന്താണെന്ന് നന്ദന് വ്യക്തമായി അറിയാം. മുമ്പും നോക്കാതെ എടുത്തു ചാടുന്നവനാണ്. ഭീഷണിപ്പെടുത്തിയാണ് ശ്രീയെ ഇടം വരെ എത്തിച്ചതെന്ന് ഇവൻ അറിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പ്രശ്നം വഷളാകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങണം. നന്ദൻ ഗിരിയിൽ നിന്ന് വേഗം നോട്ടം മാറ്റി ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ നിന്നതും ഗിരി നന്ദന്റെ മുന്നിലേക്ക് കയറി നിന്നതും ഒരുമിച്ചായിരുന്നു. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ട് നീ പോയാൽ മതി. ദേഷ്യത്തോടെയും വെറുപ്പോടെയും ഗിരി നന്ദനെ നോക്കി. ഒപ്പം പരിഹാസം കലർന്ന പുച്ഛച്ചിരിയും അവന്റെ ചുണ്ടുകളിൽ വിരിഞ്ഞു. മാറി നിൽക്ക്, എനിക്ക് പോകണം. നന്ദൻ ഗിരിയെ തള്ളി മാറ്റാൻ നോക്കി. പോകാം, അതിനു മുമ്പ് എനിക്ക് സത്യം അറിയണം. ലച്ചുവിനെ ഇവിടം വരെ എത്തിച്ചതിന് നീ ഭീഷണിപ്പെടുത്തിയാണോ? അതിനുള്ള ഉത്തരം നൽകിയിട്ട് നിനക്ക് പോകാം. ഗിരിയുടെ വാക്കുകളിൽ മൂർച്ചയേറി. അതു പിന്നെ ശ്രീ വിവാഹത്തിന് സമ്മതിക്കാൻ നന്ദൻ മൊഴിപ്പിക്കുന്നതിന് മുന്നേ ഗിരി നന്ദന്റെ മുഖത്തിട്ട് ഒന്ന് കൊടുത്തിരുന്നു. ആണുങ്ങൾക്ക് തന്നെ അപമാനമാകാതെ പോയി ചത്തൂടടോ. ഭീഷണിപ്പെടുത്തിയാണോ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടത്? ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ എന്നോട് പറഞ്ഞത്. സ്നേഹമാണ്, കോപ്പാണ്. പൊയ്ക്കോണം അമ്മയും മോനും ബന്ധുക്കളും. ഗിരി നന്ദന്റെ വീട്ടുകാരെയും അവനെയും പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പല്ലെറുമി. അതും കൂടിയായതും വസുമതി ഒറ്റ പോക്കായിരുന്നു. പിറകെ ബന്ധുക്കളും മംഗലശ്ശേരിയിലെ അച്ഛൻ നന്ദന്റെ അടുത്തേക്ക് വന്ന് കൂർപ്പിച്ചൊന്ന് അവനെ നോക്കി തിരിഞ്ഞു നടന്നു. നന്ദനും വീട്ടുകാരും പോയതോടെ അമ്പലനടയിൽ ലച്ചുവും വീട്ടുകാരും മഹിയും ഫ്രണ്ട്സും ക്ഷേത്രത്തിൽ ഉള്ളവരും മാത്രമായി. ഇനി എന്ത് എന്ന ചോദ്യം എല്ലാവരിലും തറഞ്ഞു നിന്നു. ഒരു ഭാഗത്ത് വേണി കരയുന്നുണ്ട്. പ്രേമയും രേണുകയും ആട്ടം കാണുന്നത് പോലെ എല്ലാം കാണുകയാണ്. ഗിരിയുടെ നോട്ടം ഇടയ്ക്ക് വേണിയിലേക്ക് പാറുന്നുണ്ടെങ്കിലും അവൾ തന്നെ നോക്കുന്നതിനു മുന്നേ അവൻ നോട്ടം മാറ്റി. ക്ഷേത്രസന്നിധി പെട്ടെന്ന് നിശബ്ദമായതുപോലെ. ഇതേ സമയം ഒരടി അനങ്ങാതെ ലച്ചു നിന്ന നിൽപ്പ് തന്നെയാണ്. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിച്ചത്? നന്ദനിൽ നിന്ന് ഒരു താലി അവൾ ആഗ്രഹിച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടങ്ങിയാൽ മതി എന്ന പ്രാർത്ഥനയെ അവൾക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ തൻ്റെ കഴുത്തിലുള്ള താലിയുടെ അവകാശിയെ നന്ദന്റെ അത്രയും വെറുക്കാൻ കഴിയുന്നില്ല. അതവൾ മനസ്സിലാക്കുന്നു. മിഴികൾ നിറയുന്നുണ്ടെങ്കിലും പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ പാടുപെടുന്നുണ്ട്. ആരെയും നോക്കാനോ സംസാരിക്കാനോ അവൾ മുതിരുന്നില്ല. പക്ഷേ അവിടെ നടന്നതൊക്കെ അവൾ കേൾക്കുന്നുണ്ട്. ഇനി എന്തെന്ന ചോദ്യം അവളിലും കടന്നു വന്നു. ചടങ്ങെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ലച്ചുവിനെ കൂട്ടി മഹിക്ക് പോകാമല്ലോ. വീട്ടിൽ കയറിയതിനു ശേഷം മറ്റുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. നിശബ്ദതയെ തകർത്തുകൊണ്ട് രാജീവൻ പറഞ്ഞു. ഒപ്പം മിഴികൾ ലച്ചുവിലേക്ക് എഴുതു നിൽക്കുന്നവനെയും ചെറുപുഞ്ചിരിയോടെ രാജീവൻ നോക്കി. അതിന് അവളുടെ സമ്മതം വേണം. അവൾ അറിയാതെ അവളുടെ കഴുത്തിൽ കെട്ടിയ താലിയല്ലേ? രാജീവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഗിരി തന്റെ അഭിപ്രായം വ്യക്തമാക്കി. എന്തെന്ന് പറഞ്ഞാലും ഇപ്പോൾ ലച്ചു മഹിയുടെ ഭാര്യയാണ്. മഹിയുടെ താലിയാണ് അവൾ അണിഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് തീരുമാനിക്കാൻ? അവളെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് ചെല്ലട്ടെ. ഗിരിയുടെ അഭിപ്രായം ഇഷ്ടപ്പെടാതെ രാജീവൻ തുടർന്നു. അത് തന്നെയാണ് നാട്ടുനടപ്പ്.
പക്ഷേ ഇപ്പോൾ ഇവിടെ അരങ്ങേറിയത് നാട്ടുനടപ്പല്ലല്ലോ. ലച്ചുവിൻ്റെ അനുവാദം വേണം. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇവൻ്റെ വീട്ടിലേക്ക് ഞാൻ അവളെ അയക്കും. ഇല്ലെങ്കിൽ തിരിച്ച് ഞാൻ അവളെയും കൂട്ടി പോവും. ഗിരിയുടെ വാക്കുകളിൽ കാഠിന്യം തന്നെ. ഒപ്പം മഹിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ഗിരി ലച്ചുവിൻ്റെ അടുത്തേക്ക് നീങ്ങി. മോളെ, നിന്റെ അഭിപ്രായമാണ് വലുത്. ഇനി ആരും നിന്നെ ഭീഷണിപ്പെടുത്താൻ വരില്ല. നിനക്ക് എന്തുണ്ടെങ്കിലും തുറന്നു പറയാം. ഗിരി ഒരു തുടക്കമെന്നോണം ലച്ചുവിൻ്റെ അടുത്തു നിന്ന് പറയാൻ തുടങ്ങി. അപ്പോഴേക്കും മഹിയും കൂട്ടരും അമ്പലത്തിലെ ഭാരവാഹികളും അവൾക്ക് ചുറ്റും കൂടി. അവൾ അറിയുന്നുണ്ട് തൻ്റെ ചുറ്റും നിൽക്കുന്നവരെ. എന്തു പറയണമെന്ന് ഒരറിവുമില്ല. അതേ മോളെ, ഇപ്പോൾ മോള് മഹിയുടെ ഭാര്യയാണ്. അവൻ്റെ കൂടെ ചെല്ലുന്നതല്ലേ നല്ലത്. ക്ഷേത്ര ഭാരവാഹികൾ വയസ്സായ ഒരാൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് അംഗീകരിക്കുന്നവരായിരുന്നു മറ്റു ഭാരവാഹികളും പൂജാരിയും. നിന്നോട് അത്രയും ഇഷ്ടമുണ്ടായിട്ടല്ലേ അവൻ? അറിയാം തെറ്റാണ് എന്ന്. മോളെ വിട്ടുകൊടുക്കാൻ അവന് മനസ്സില്ലാത്തത് കൊണ്ടല്ലേ? ഒരു ഉറപ്പ് രാജീവേട്ടൻ മോൾക്ക് തരാം. ഒരിക്കലും മോളെ ഇവൻ കൈവിടില്ല. മോളുടെ കണ്ണ് നനയാതെ നോക്കാനും ഇവന് കഴിയും. മോള് മഹിയുടെ കൂടെ വരുന്നതല്ലേ നല്ലത്. എന്ത് വേണമെന്ന് അറിയാതെ പകപ്പോടെ എല്ലാവരെയും നോക്കുന്നവളുടെ മറുപടിക്കായി എല്ലാവരും കാത്തുനിന്നു. എന്തൊക്കെയോ പ്രതീക്ഷകളോടെ മഹിയുടെ കണ്ണുകൾ അവളിലേക്ക് തന്നെയായിരുന്നു. ഒപ്പം തൻ്റെ സിന്ദൂരവും താലിയും അണിഞ്ഞിരിക്കുന്നവളെ അവൻ പ്രണയത്തോടെ നോക്കി നിന്നു. എന്നേക്കുമായി തനിക്ക് സ്വന്തമായിരിക്കുന്നു തൻ്റെ പ്രണയം. പക്ഷേ അവളുടെ മൗനം അവനെ എവിടെയൊക്കെയോ ചുട്ടുപൊള്ളിക്കുന്നുമുണ്ട്. ലച്ചു, നിന്റെ മറുപടിക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. നീ മഹിയുടെ കൂടെ പോകുന്നുണ്ടോ? ലച്ചുവിനോട് ചോദിച്ച സമയം കഴിഞ്ഞിട്ടും അവളുടെ ഭാഗത്തു നിന്ന് മറുപടിയൊന്നും വരാത്തത് കണ്ട് ഗിരിക്ക് ദേഷ്യം അരിച്ചു വരികയാണ്. ഗിരിയേട്ടാ, ചേച്ചിക്ക് ഇഷ്ടമുണ്ടാകില്ല. ദൂരെ നിന്നും കരയുന്നുണ്ടായ വേണി വേഗം എല്ലാവരുടെയും അടുത്തേക്ക് വന്നു ചേച്ചിയെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞു. വേണിക്ക് മഹി ലച്ചുവിനെ കല്യാണം കഴിച്ചത് തീരെ ഇഷ്ടമായില്ല. തൻ്റെ ചേച്ചി മഹിയെ എത്രമാത്രം ഭയക്കുന്നുണ്ടോ എന്ന് അനിയത്തി മനസ്സിലാക്കുന്നു. ഒപ്പം തങ്ങളുടെ അച്ഛൻ്റെ ഇന്നത്തെ സ്ഥിതിക്ക് കാരണക്കാരനായവനോടുള്ള അനിഷ്ടവും അവൾ പ്രകടമാക്കി. അതിന് നിന്നോട് ഞാൻ ചോദിച്ചിട്ടില്ല. വേണിയോടുള്ള അമർഷം ഗിരിയുടെ വാക്കുകളിൽ തങ്ങി നിന്നു. പെട്ടെന്ന് ഗിരിയുടെ ഭാഗത്തു നിന്നും തനിക്കെതിരെ വാക്കുകൾ ഉയർന്നതും വേണി നിശബ്ദമായിപ്പോയി. ഒപ്പം തന്നോടുള്ള ഗിരിയേട്ടൻ്റെ ദേഷ്യം അവൾക്ക് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലായി. തെറ്റായിരുന്നു, ഒന്ന് സൂചിപ്പിക്കാമായിരുന്നു. പക്ഷേ ഒരിക്കലും ഗിരിയേട്ടൻ ഈ കാര്യം അറിഞ്ഞാൽ നന്ദേട്ടനുമായിട്ടുള്ള ചേച്ചിയുടെ വിവാഹം നടത്താൻ സമ്മതിക്കില്ല. അവിടെ ഒരു അനിയത്തി കാണിച്ച സ്വാർത്ഥത തന്നെയായിരുന്നു. പക്ഷേ അതിന് മാത്രം ക്ഷോഭിക്കാൻ എന്തിരിക്കുന്നു? നല്ലൊരു ജീവിതമായിരിക്കില്ലേ നന്ദേട്ടൻ്റെ കൂടെ? ചേച്ചിയെ അത്രയും ഇഷ്ടമായത് കൊണ്ടായിരിക്കില്ലേ അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും കല്യാണം ഉറപ്പിച്ചത്? പിന്നെന്തിന് എല്ലാവരും നന്ദേട്ടനെ കുറ്റം പറയുന്നത്? ആ ചെറുമനസ്സിൽ ഒരുപാട് സംശയങ്ങൾ പൊട്ടിമുളച്ചു. മോളെ, എന്താണെന്ന് വെച്ചാൽ പറയൂ, സമയം പോകുന്നു. ക്ഷേത്രനട അടയ്ക്കേണ്ടതാണ്. പൂജാരി മുന്നോട്ടേക്ക് വന്ന് ലച്ചുവിനോട് പറഞ്ഞു. എനിക്ക് അച്ഛനോട് ചോദിക്കണം. ലച്ചുവിൻ്റെ ഭാഗത്തു നിന്നും പെടുന്നനെ മറുപടി വന്നു. താൻ കാരണം ഇനിയും ആരും മുഷിച്ചിലോടെ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നവൾ ഓർത്തു. അത് ന്യായം. എന്നാൽ അങ്ങനെ ആകട്ടെ. കുട്ടിയെയും കൂട്ടി വീട്ടിൽ പോയി അച്ഛനോട് സമ്മതം ചോദിക്ക്. അതിനുശേഷം മഹിയുടെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ. എന്താ, അതല്ലേ നല്ലത്? പൂജാരി എല്ലാവരും കേൾക്കത്തക്കവണ്ണം ചോദിച്ചു. അതെ, അത് തന്നെ നല്ലത്. നിരീക്കാതെ ഉണ്ടായ കല്യാണമല്ലേ? ഭാരവാഹികൾ പൂജാരിയുടെ വാക്കുകൾ ഏറ്റുപിടിച്ചു. പക്ഷേ മഹിക്ക് ഈ ഒരു കാര്യത്തോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരിക്കലും ലച്ചുവിൻ്റെ അച്ഛൻ തൻ്റെ കൂടെ അവളെ പറഞ്ഞയക്കില്ലെന്ന് അവന് ഉറപ്പുണ്ട്. കുറച്ചു മുമ്പ് വരെ സന്തോഷിച്ച മനസ്സ് ഇരുട്ട് വന്നു മൂടി. ഈ പോക്ക് എങ്ങനെയെങ്കിലും തടയണമെന്ന് അവൻ രാജീവനോട് കണ്ണുകൊണ്ട് കാണിച്ചു. പോയേ മതിയാകൂ എന്ന് രാജീവനും. പിന്നെ നിവൃത്തിയില്ലാതെ എല്ലാവരും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. ഗിരിയുടെ കൂടെ കാറിലേക്ക് കയറാൻ പോയതും പിറകിൽ നിന്നും മഹി അവളുടെ കയ്യിലേക്ക് പിടിച്ചതും ഒരുമിച്ചാണ്. പെടുന്നനെ അവൾ തിരിഞ്ഞു നോക്കി. എൻ്റെ കൂടെ വന്നാൽ മതി. തൻ്റെ മുഖത്തേക്ക് അവളുടെ നോട്ടം എത്തിയതും മഹി വേഗം പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. എന്തോ ഗിരിക്ക് തടയാൻ തോന്നിയില്ല. ലച്ചുവിനെയും കൊണ്ട് മഹി കാറിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നത് ഇഷ്ടമില്ലായ്മയോടെ വേണി നോക്കി നിന്നു. കേറുന്നില്ലേ? ഗിരി ദേഷ്യത്തോടെ വേണിയോട് ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് ലച്ചുവിൽ നിന്ന് നോട്ടം മാറ്റി കാറിലേക്ക് കയറി. അപ്പോഴേക്കും പ്രേമയും രേണുകയും വന്ന് അവരോടൊപ്പം കയറി. രണ്ടുപേരുടെയും മുഖത്ത് നല്ല തെളിച്ചമുണ്ട്. മറ്റൊന്നുമല്ല, മഹി ലച്ചുവിനെ കെട്ടിയത് തന്നെ. തൻ്റെ കൈയും പിടിച്ച് നടക്കുന്നവനെ അവൾ പാളി നോക്കുന്നുണ്ട്. എപ്പോഴുമുള്ള ഗൗരവം ഇന്നുമുണ്ട്. പക്ഷേ ആ പൂച്ചക്കണ്ണുകളിൽ പ്രത്യേക ഒരുതരം തിളക്കം. എന്തോ ഇതുവരെ തൻ്റെ മുന്നിൽ ഈ പൂച്ചക്കണ്ണുകൾ വന്നു നിന്നപ്പോഴൊക്കെ ഭയത്തോടെ മാത്രമേ നോക്കി നിന്നിട്ടുള്ളൂ. ഇന്നും ഭയമാണ്. പക്ഷേ ആ ഭയത്തിന് എന്തോ ഒരു സുഖമുള്ളതുപോലെ. എപ്പോഴെങ്കിലും ഞാനും ആശിച്ചിരുന്നോ ഇദ്ദേഹത്തിൻ്റെ കൈയോടെ ഒരു താലി? ഇല്ല, എല്ലാം തൻ്റെ തോന്നലാണ്. ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ കാരണക്കാരനാണ് ഇപ്പോൾ തൻ്റെ കഴുത്തിലുള്ള താലിയുടെ ഉടമ. ചെറു സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന തങ്ങളുടെ കുടുംബത്തെ അനാഥമാക്കിയ ആ രാത്രി മറക്കാൻ കഴിയില്ല ഒരിക്കലും. അവൾ ഓരോന്ന് ചിന്തിച്ചുകൂട്ടി അവൻ്റെ പിറകെ നടന്നപ്പോൾ കാറിൻ്റെ അടുത്തെത്തിയതൊന്നും അവൾ അറിഞ്ഞില്ല. കാറിൻ്റെ അടുത്തേക്ക് എത്തിയതും അവൻ അവളുടെ കൈ പതിയെ വിട്ടു. കയറ്. അവൻ കോർ ഡ്രൈവിംഗ് സീറ്റ് ഡോർ
അവൾക്ക് മുന്നിൽ തുറന്നു പിടിച്ചു. അവൾ അവനെ നോക്കാതെ വേഗം സാരിയുടെ അറ്റം പിടിച്ച് മുന്നിലേക്കാക്കി കയറിയിരുന്നു. ചെറുപുഞ്ചിരിയോടെ ഡോറും അടച്ച് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അവർ രണ്ടുപേരുമേ ആ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം അവരവരുടെ വാഹനങ്ങളിലും. അവർ പുതിയൊരു ജീവിതത്തിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എന്നാലും ഡ്രൈവിങ്ങിനിടയിലും മഹിയുടെ മനസ്സ് അസ്വസ്ഥമാണ്. കാരണം ലച്ചുവിൻ്റെ അച്ഛൻ തന്നെ. തന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഇപ്പോഴും ആ മനസ്സിലുണ്ടെന്ന് അവന് ഉറപ്പുണ്ട്. ഇടയ്ക്കൊന്ന് ലച്ചുവിനെ നോക്കുമ്പോൾ അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് നോട്ടമിട്ടിരിക്കുകയാണ്. എന്നും കാണാറുള്ള കാഴ്ച ഇത്രമാത്രം കാണാൻ എന്തിരിക്കുന്നു എന്നാണ് മഹിയുടെ മനസ്സിൽ. അവനും മനസ്സിലാകുന്നുണ്ട് തന്നോട് അടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ ഈ മുഖം തിരിച്ചിരിക്കുന്നതെന്ന്. അവളെ ഓർത്തപ്പോൾ അവൾക്കായി അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ലച്ചുവിൻ്റെ വീടിൻ്റെ മുന്നിൽ കാർ വന്ന് നിർത്തിയപ്പോഴാണ് ലച്ചു പുറത്തേക്കുള്ള നോട്ടം മാറ്റി മഹിയെ ഒന്ന് പാളി നോക്കിയത്. ആള് ഗൗരവത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അല്ലെങ്കിലും എപ്പോഴും ഗൗരവത്തിൽ തന്നെയാണല്ലോ. ഇതുവരെ തന്നോട് പോലും ഒന്ന് മൃദുവായി സംസാരിച്ചു കണ്ടിട്ടില്ല. ഇറങ്ങുന്നില്ലേ? തന്നിൽ തന്നെ നോട്ടമെയ്തു മറ്റെന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നവളോട് മഹി ഗൗരവത്തിൽ ചോദിച്ചു. അവൾ ഒന്നും പറയാതെ വേഗം മുഖം തിരിച്ചു ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മറ്റുള്ളവരും വീടിൻ്റെ മുന്നിലേക്ക് എത്തിയിരുന്നു. ചേച്ചി വാ. വേണി മഹിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ലച്ചുവിൻ്റെ കൈയും പിടിച്ച് മുന്നിലേക്ക് നടന്നു. ഒപ്പം മറ്റുള്ളവരും പുറകെയും. മഹിക്കെന്തോ ആ വീട്ടിലേക്ക് കയറാൻ തോന്നിയില്ല. അന്ന് പെണ്ണാലോചിച്ച് വന്നപ്പോൾ തന്നെയും അമ്മയും ആട്ടിയിറക്കിയത് അവനിപ്പോഴും ഓർമ്മയുണ്ട്. അതിനുശേഷമാണ് ഈ വീടിൻ്റെ മുറ്റത്തേക്ക് കാല് കുത്താത്തത്. റോഡിൽ വന്ന് നിന്ന് എന്തെങ്കിലും പെറുപെറുക്കും. എങ്കിലും തൻ്റെ ദേഷ്യം അവിടെ അടങ്ങുമല്ലോ എന്നോർക്കും. അല്ലെങ്കിലും കള്ളു കുടിച്ചാൽ എന്താ ചെയ്യുന്നതെന്ന് തനിക്ക് പോലും അറിയില്ല. ആ സമയം ആരുടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയുമില്ല. ഇനിയെല്ലാം മാറ്റി പിടിക്കണം. അതിന് ഇവളുടെ തന്ത എൻ്റെ കൂടെ ഇവളെ വിടുമോ? നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. നീ കയറുന്നില്ലേടാ? രാജീവൻ മഹിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. എന്തായാലും ആ തന്തപ്പടി എൻ്റെ കൂടെ ലച്ചുവിനെ വിടില്ല. അവളാണെങ്കിൽ അയാൾ പറയാതെ എൻ്റെ കൂടെ വരികയുമില്ല. നീ അകത്തേക്ക് ചെല്ല്. മഹി ഒഴുക്കമട്ടിൽ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് കുറച്ച് നീങ്ങി നിന്നു. രാജീവൻ പിന്നെ അവനെ നിർബന്ധിക്കാൻ നിന്നില്ല. അവൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് രാജീവൻ അറിയാം. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത്? മഹി മോളെ കല്യാണം കഴിച്ചെന്നോ? അപ്പോൾ നന്ദനോ? ഗിരി നടന്ന കാര്യങ്ങളൊക്കെ കുമാരന് വിവരിച്ചു കൊടുക്കുകയാണ്. ആ അച്ഛന് ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്ഛാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ പറയുന്നത് പോലെ ഞാൻ കേൾക്കാം. തേങ്ങിക്കൊണ്ട് ലച്ചു കുമാരൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അച്ഛാ, ചേച്ചിയോട് പോകണ്ടെന്ന് പറയൂ. ചേച്ചിക്ക് ഇഷ്ടമില്ലാതെ നടന്ന കല്യാണമല്ലേ, അതും അയാളുടെ കൂടെ. വേണി മഹിയോടുള്ള ഇഷ്ടമില്ലായ്മ തുറന്നു കാട്ടുകയാണ്. നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ല. ഗിരി ദേഷ്യത്തോടെ വേണിയെ നോക്കിക്കൊണ്ട് കുമാരനോട് സംസാരിക്കാൻ തുടങ്ങി. അമ്മാവാ, എങ്ങനെ നടന്ന കല്യാണമായാലും ഇപ്പോൾ ഇവളുടെ കഴുത്തിലുള്ളത് മഹി കെട്ടിയ താലിയാണ്. അച്ഛൻ്റെ സമ്മതമില്ലാതെ ഇവൾ മഹിയുടെ വീട്ടിലേക്ക് പോകില്ലെന്ന് ഉറച്ചിരിക്കുകയാണ്. അവൻ പുറത്ത് നിൽക്കുന്നുണ്ട്. അമ്മാവൻ്റെ അഭിപ്രായത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഇതിന് മാത്രം എന്താ ആലോചിക്കാനാ ഉള്ളത്? പെണ്ണിനോട് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ. കെട്ടിക്കഴിഞ്ഞാൽ കെട്ടിയോൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്, അല്ലാതെ നേരെ സ്വന്തം വീട്ടിലേക്കല്ല വരേണ്ടത്. ഇവിടെയും 2 പെൺകുട്ടികൾ ഉള്ളത് ആരും മറക്കേണ്ട. ലച്ചുവിനെ ഇനിയും ഇവിടെ തന്നെ പിടിച്ചു നിർത്തിക്കുമോ എന്ന ആശങ്ക കൊണ്ട് പ്രേമ വേഗം ഇടപെട്ടു. ഒന്ന് നിർത്തുന്നുണ്ടോ പ്രേമേ? എൻ്റെ കുട്ടിയുടെ അവസ്ഥ കാണുന്നില്ലേ? നിറകണ്ണുകളോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന മകളെ കുമാരൻ വേദനയോടെ നോക്കുകയാണ്. ഓ, ഇപ്പോൾ ഞാൻ പറഞ്ഞതായി കുറ്റം. എല്ലാവരെയും നോക്കി ചുണ്ടുകൂട്ടി പ്രേമ അവിടെ നിന്നും റൂമിലേക്ക് പോയി. പിറകെ രേണുകയും. അവള് പറയുന്നതൊന്നും മോള് കാര്യമാക്കേണ്ട. അച്ഛൻ്റെ ഇഷ്ടമല്ല നോക്കേണ്ടത്. മോൾക്ക് അവൻ്റെ കൂടെ പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ പോകുന്നതാണ് നല്ലത്. ഇന്ന് നീ അവൻ്റെ ഭാര്യയാണ്. ഈ അച്ഛൻ ഇനി എത്ര കാലമെന്ന് വെച്ച്? പഴയതൊക്കെ മോളും മറന്നു ഭയമില്ലാതെ അവൻ്റെ കൂടെ ജീവിക്കാൻ നോക്കണം. മോള് വിചാരിച്ചാൽ അവനെ മാറ്റിയെടുക്കാൻ പറ്റും. മോള് അവൻ്റെ കൂടെ പോകണം. അച്ഛൻ്റെ കാര്യം ഓർത്ത് മോള് വിഷമിക്കേണ്ട. കുമാരൻ തൻ്റെ ദയനീയാവസ്ഥ മോളുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ്. ആ അച്ഛനെ അറിയാം മകളുടെ മനസ്സ് എന്താണെന്ന്. പക്ഷേ ഇനിയുള്ള കാലം തൻ്റെ മകൾ അവൻ്റെ കൂടെ ജീവിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അയാൾ ഓർത്തു. ഇനിയും ഈ നരകത്തിൽ നിന്നാൽ വേദനയുള്ള ജീവിതം മാത്രമേ തൻ്റെ മകൾക്ക് കിട്ടുമെന്നും ആ അച്ഛനറിയാം.